വനമഹോത്സവ ദിനം ആചരിച്ച് കാരോട്ടുകര സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ സുബീഷ് വട്ടപ്പറമ്പൻ നിർവഹിച്ചു. വനമഹോത്സവ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ വനവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് അതിരപ്പള്ളി മേഖലയിൽ നിക്ഷേപിച്ചു. കാരോട്ടുകര സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വനമഹോത്സവ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സുബീഷ് വട്ടപ്പറമ്പൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബെന്നി വി തോമസ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വനമഹോത്സവ ദിനാചരണത്തിന് മുന്നോടിയായി ജൂൺ 21 വിദ്യാർത്ഥികൾ ചേർന്ന് പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുജന പാൽ, ഡോക്ടർ ചന്ദ്രശേഖർ പിള്ള എന്നിവരുമായി വനത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുകയും 3000 വനവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചേർന്ന് 1000 സീഡ് ബോൾസ് ഉണ്ടാക്കുകയും ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസിന്റെ സഹായത്തോടെ സീഡ് ബോൾസ് അതിരപ്പള്ളി വനമേഖലയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. വനമഹോത്സവ പരിപാടികൾ വാഴച്ചാൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സരിത ജെയിംസ്, PTA പ്രസിഡന്റ് സിബിൻ മാത്യു, PTA പ്രതിനിധികളായ പ്രിൻസി ഷിബു, ആൻസി ഷോജി, മേരി ലിനി, സിമി CD എന്നിവർ പങ്കെടുത്തു. ഓഫീസർമാരോടൊപ്പം റാലിയും വനസംരക്ഷണ ബോധവൽക്കരണ സ്കിറ്റും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷൻ കോർഡിനേറ്റർ രാജീവ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.